ലൈഫ് മിഷൻ പദ്ധതിയിലും കൈയിട്ടുവാരി സംസ്ഥാന സർക്കാർ. സാമ്പത്തിക വർഷാവസാനം ലൈഫ് മിഷനിൽ നിന്ന് 60 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ തിരിച്ചെടുത്തു. പദ്ധതി മുടങ്ങുമെന്നായതോടെ തദ്ദേശ വകുപ്പ് പണം ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകിയത് 2 കോടി രൂപ മാത്രമാണ്. ലൈഫ് മിഷൻ പദ്ധതി ഉപഭോക്താക്കൾക്ക് പണം അനുവദിക്കാൻ നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് തദ്ദേശ വകുപ്പ് തുക തിരികെ ആവശ്യപ്പെട്ടത്. കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സമ്മിശ്രമായി നടത്തുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. സാമ്പത്തിക വർഷാവസാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ തുകകൾ തിരികെ നൽകണമെന്നായിരുന്നു ധനവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി 60.35 കോടി രൂപ ലൈഫ് മിഷനിൽ നിന്നും ധനവകുപ്പ് എടുത്തു. പുതിയ സാമ്പത്തിക വർഷം പിറന്നതോടെ പദ്ധതിയുടെ ഉപഭോക്താക്കളായിരിക്കുന്നവർക്ക് പണം കൊടുക്കാൻ കഴിയാതെയായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണം തിരികെ ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ ലൈഫ് മിഷൻ ഓഫീസ് പ്രവർത്തനങ്ങൾക്കും വാഹനങ്ങൾക്ക് വാടക നൽകാനോ തദ്ദേശ വകുപ്പിന്റെ കയ്യിൽ പണമില്ലാതെയായി. ഈ സാഹചര്യത്തിലാണ് 2 കോടി രൂപ മാത്രം ധനവകുപ്പ് തിരികെ നൽകി കൈയൊഴിയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുക കടമെടുപ്പിന് ശേഷം തിരികെ നൽകാമെന്നായിരുന്നു ധനവകുപ്പിന്റെ ഉറപ്പ്. എന്നാൽ ഈ പണം മറ്റാവശ്യങ്ങൾക്കായി വകയിരുത്തുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. 1000 കോടിയിലധികം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചുവെങ്കിലും ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ പണം മാത്രമാണ്. ധനവകുപ്പിന്റെ ഇത്തരം നടപടികൾ കാരണം പല ജനകീയ പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.